അവന് ഈ ഒരു ലോകത്ത് ശരിയായ ഒരു മുസ്ലിമായി ജീവിക്കണമെങ്കിൽ പരലോകത്ത് ആത്യന്തികമായ വിജയം കരസ്ഥമാക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സ്വഭാവങ്ങളും സംസ്കാരങ്ങളും ജീവിതത്തിൽ പാലിച്ചാൽ മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ. എന്തൊക്കെ സംസ്കാരങ്ങൾ ഇസ്ലാമിക സംസ്കാരങ്ങളായി പഠിപ്പിച്ചിട്ടുണ്ടോ, ഏതൊക്കെ സ്വഭാവങ്ങൾ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടോ, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെ മേലുമുള്ള ബാധ്യതയാണ്. സമൂഹത്തിലെ അനിസ്ലാമികമായ സംസ്കാരങ്ങൾ പെരുകുന്നതിനനുസരിച്ച്, വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മളറിയാതെ പല അനിസ്ലാമിക സംസ്കാരങ്ങളും നമ്മുടെ സംസ്കാരത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും ഭാഗമായി തീരുകയുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം അനിസ്ലാമിക സംസ്കാരങ്ങൾ അത് നമ്മുടെ സമൂഹത്തിൽ പെരുകുമ്പോൾ സമൂഹവുമായി ഇടപഴകി ജീവിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ അത്തരം ഇടപെടലുകളിൽ ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് അത്തരത്തിലുള്ള സംസ്കാരങ്ങളോ സ്വഭാവങ്ങളോ കടന്നു വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ അധികരിച്ചു വരുന്ന അല്ലെങ്കിൽ ലിബറൽ ചിന്താഗതികളിലൂടെ വ്യാപകമായ ഒരു സംസ്കാരമാണ് എല്ലാവരെയും ഒരുപോലെ കാണുക എന്നുള്ളത്. ആർക്കും ആരെക്കാളും മഹത്വമോ ആർക്കും ആരെക്കാളും ആദരവുകളോ ബഹുമാനങ്ങളോ നൽകാത്ത, എല്ലാവരോടും ഒരുപോലെ സംസാരിക്കുകയും എല്ലാവരോടും ഒരുപോലെ പെരുമാറുകയും ചെയ്യുന്ന സാഹചര്യം. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കാരം എന്ന് പറയുന്നത് അൻസിലുന്നാസ മനാസിലഹും, ഓരോരുത്തർക്കും അവരവരുടേതായ സ്ഥാനങ്ങളുണ്ട്, ഓരോരുത്തർക്കും അവരവരുടേതായ മഹത്വങ്ങളുണ്ട്. ആ മനുഷ്യരുടെ കൂട്ടത്തിൽ ഓരോരുത്തരും അർഹിക്കുന്ന സ്ഥാനങ്ങളും മഹത്വവും അവർക്ക് നൽകുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യരും അർഹിക്കുന്ന അംഗീകാരങ്ങൾ നൽകാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. അത് നമ്മൾ അഹങ്കാരത്തിന്റെ പേരിൽ മറ്റുള്ളവരെക്കാളും ഞാൻ മികച്ചവനെന്ന തോന്നലിൽ, അല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും ഒരുപോലെയേ പെരുമാറൂ എന്ന ചിന്താഗതിയൊന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ് വയസ്സായ ആളുകൾ, പ്രായാധിക്യമുള്ള ആളുകൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുതിർന്നവരാരൊക്കെയാകട്ടെ, അത് നമ്മുടെ സഹോദരങ്ങളാകട്ടെ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ സഹപ്രവർത്തകരാകട്ടെ, ഇനി നമ്മുടെ അധ്യാപകരോ മറ്റു സമൂഹത്തിലെ നമ്മൾക്ക് പരിചയമില്ലാത്ത ആളുകൾ പോലും ആകട്ടെ, നമ്മുടെ മുതിർന്നവരാണോ നമ്മളവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അവരുടെ കൂട്ടത്തിൽ പ്രായാധിക്യത്തിൽ, വാർദ്ധക്യത്തിന്റെ ദൗർബല്യങ്ങൾ നേരിടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മളിലെ മുതിർന്ന പൗരന്മാരാണ്. അതുകൊണ്ട് തന്നെ അവരെ പ്രത്യേകം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സമൂഹത്തിൽ ഇന്ന് വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ അവഗണിക്കപ്പെടുകയും സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുകയും സമൂഹത്തിന്റെ പൊതുധാരകളിൽ നിന്നെല്ലാം അവർ പിറകിലേക്ക് പോകുകയും വീട്ടിലും വീട്ടിലെ തീരുമാനങ്ങളിൽ, മക്കളുടെ പഠനങ്ങളിൽ, വിവാഹത്തിന്റെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ, വീട്ടിൽ
വീട്ടിലെ ആവശ്യങ്ങളിൽ പോലും മുതിർന്നവരായ ആളുകളെ പരിഗണിക്കുകയോ അവരുടെ അഭിപ്രായങ്ങളെ വകവെക്കുകയോ അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നൽകുകയോ പോലും ചെയ്യാതെ അവഗണിക്കുന്ന പിന്നിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഒരിക്കൽ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ മദീനയിൽ ഒരു വൃദ്ധനായ മനുഷ്യൻ കടന്നു വരികയാണ്. പ്രവാചകൻ സ്വഹാബാക്കളുമൊത്തു ഇരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം മദീന പള്ളിയിലേക്ക് കയറി പ്രവാചകനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അടുത്തേക്ക് കടന്നു വരികയാണ്. സ്വഹാബാക്കൾ അദ്ദേഹത്തിന് സൗകര്യമൊരുക്കി കൊടുക്കാൻ ഒരല്പം താമസിച്ചു. പ്രവാചകൻ അത് ഇഷ്ടപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്നാ മല്ലം യുവക്കിർ കബീറനാ വയർഹം സഗീറനാ. നമ്മുടെ പെട്ടവനല്ല, നമ്മുടെ ചര്യയിൽപ്പെട്ടതല്ല നമ്മളിലെ മുതിർന്നവരെ ബഹുമാനിക്കുകയും ചെറിയവരോട് കരുണ കാണിക്കുകയും ചെയ്യാത്തവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ സ്വഹാബാക്കളോട് പറയുകയാണ്. അവരെന്തേ ചെയ്തിട്ടുള്ളൂ? അവർ ആ വൃദ്ധനായ മനുഷ്യനെ അവഗണിച്ചിട്ടില്ല. അവർ അദ്ദേഹത്തിന് എന്തെങ്കിലും ദ്രോഹം ഏർപ്പെടുത്തിയിട്ടില്ല. പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വരാൻ സൗകര്യമൊരുക്കി കൊടുക്കുന്നിടത്ത് ഒരല്പം വൈകിപ്പോയി എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല, നമ്മളിൽപ്പെട്ടവനല്ല, അഥവാ നമ്മുടെ ചര്യയിൽപ്പെട്ടതല്ല മുതിർന്ന ആളുകളെ അവരെ പരിഗണിക്കാത്ത, അവരെ ബഹുമാനിക്കാത്തവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും നമ്മുടെ മക്കൾക്കുമെല്ലാം മുതിർന്നവരെ ബഹുമാനിക്കണമെന്ന സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ സന്നദ്ധമാകണം. പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറ, നമ്മുടെ ഈ സമൂഹത്തിൽ, ഈ ഒരു കാലഘട്ടത്തിൽ വളർന്നു വരുന്ന സമൂഹം മുതിർന്നവരായ പ്രായാധിക്യമുള്ള അല്ലെങ്കിൽ തങ്ങളെക്കാളും വയസ്സിന് മൂത്ത ആളുകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവരെ അനാദരിക്കുകയും അവർക്ക് അർഹപ്പെട്ട അവകാശങ്ങൾ നൽകാതിരിക്കുകയും അവരെ ഇകഴ്ത്തുകയും പരിഹസിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷമാണ് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നത്. അവരെ പരിഹസിക്കുന്ന വിധത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തുക, ആ നിലക്കുള്ള അവരെ പരിഹാസ്യമായി ചിത്രീകരിക്കുന്ന വിധത്തിലുള്ള സംസാരങ്ങളും പിന്നെ പെരുമാറ്റങ്ങളും അവരോട് നടത്തുക, ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് കൃത്യമായി നമ്മുടെ മക്കൾക്കും വളർന്നു വരുന്ന തലമുറയ്ക്കും എങ്ങനെയാണ് വൃദ്ധന്മാരായ അല്ലെങ്കിൽ പ്രായാധിക്യമുള്ള അല്ലെങ്കിൽ തങ്ങളെക്കാൾ വയസ്സിന് മൂത്ത ആളുകളോട് പെരുമാറേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവരെ പരിഗണിക്കുകയും അവരെ സമൂഹത്തിന്റെ മുൻധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൽ പെട്ടതാണ് പ്രായാധിക്യമുള്ള നരബാധിച്ച വയസ്സായ ആളുകളെ പരിഗണിക്കുക, അവരെ ബഹുമാനിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന മിൻ ഇജ്ലാലില്ലാഹി തആല, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൽ പെട്ടതാണ് ഇക്റാമു ദിശൈബത്തിൽ മുസ്ലിം, മുസ്ലിമായ പിന്നെ തലരോമം നരച്ച വാർദ്ധക്യത്തിലെത്തിയ ആളുകളെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക എന്നത് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൽ പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. ആ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ശംസുൽ ഹഖ് അൽ അദീമാബാദി റഹിമഹുല്ലാഹ് പറയുകയാണ്, പിന്നെ വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ അവരോട് ആർദ്രത കാണിച്ചുകൊണ്ടും സദസ്സുകളിൽ അവരെ പരിഗണിച്ചുകൊണ്ടുമെല്ലാം അവരെ ആദരിക്കുക എന്നത് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, അവരെ നമ്മുടെ അഭിപ്രായങ്ങളിൽ അതുപോലെ തന്നെ നമ്മുടെ സംസാരങ്ങളിലെല്ലാം അവരെ മുന്തിപ്പിക്കുകയും അവരെ പരിഗണിക്കുക മാത്രമല്ല, അവരെ മുൻഗണന നൽകുകയും കൂടി ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പല സന്ദർഭങ്ങളിലും പറയുമായിരുന്നു, നിങ്ങളിലെ മുതിർന്നവർക്ക് നിങ്ങൾ പരിഗണന നൽകുക. പലപ്പോഴും അത്തരം പല സാഹചര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, കബ്ബിർ, മുതിർന്നവർ ഇടപെടട്ടെ, മുതിർന്നവർ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുതിർന്നവർക്ക് പ്രാധാന്യം നൽകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭത്തിലും ചെയ്യുമായിരുന്നു. ഖൈബറിന്റെ വേളയിൽ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. ആ കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ഒരാൾ പ്രവാചകനോട് കാര്യം ധരിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കബ്ബിർ, നിങ്ങളുടെ പ്രായമുള്ള പിന്നെ മുതിർന്ന ആളുകൾ സംസാരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിയെ ഉപദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു സ്വപ്നം കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മിസ്വാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുന്നു. ഒരാൾ കുറച്ച് പ്രായമുള്ള ആളാണ്, ഒരാൾ മറ്റാളെ അപേക്ഷിച്ച് പ്രായം കുറഞ്ഞ ആളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കയ്യിലിരുന്ന മിസ്വാക്ക് പ്രായം കുറഞ്ഞ ആളിന്റെ അടുക്കലേക്ക് നൽകാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ പറയപ്പെട്ടു, കബ്ബിർ,
പ്രായമുള്ള ആളുകൾക്ക് മുൻഗണന നൽകുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൂടെയുള്ള രണ്ടാളുകളിൽ കൂടുതൽ പ്രായമുള്ള ആൾക്ക് കൊടുക്കുകയുണ്ടായി. ആ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത്, പ്രവാചകനോട് മുതിർന്ന ആളെ പിന്നെ മുൻഗണന നൽകാൻ പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ് എന്ന് പറഞ്ഞതായി വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ മിസ്വാക്ക്, പ്രവാചകൻ പല്ല് തേച്ചുകൊണ്ടിരുന്ന മിസ്വാക്ക്, അതിന്റെ ബർക്കത്തെടുക്കുവാൻ കൂടെയുണ്ടായിരുന്ന മുതിർന്ന സഹാബാക്കൾക്ക് കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് മുതിർന്ന ആളുകളെ ഉന്തിക്കാൻ വേണ്ടി കൽപ്പിക്കുകയുണ്ടായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പല സന്ദർഭങ്ങളിലും ഇസ്ലാമിന്റെ പല മര്യാദകളിലും മുതിർന്നവരെ മുൻഗണന നൽകിക്കൊണ്ടുള്ള മര്യാദകൾ നമുക്ക് കാണാൻ സാധിക്കും. സലാം പറയുന്നതിന്റെ മര്യാദകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ചെറിയവർ വലിയവർക്ക് സലാം പറഞ്ഞു തുടങ്ങട്ടെ. ആദ്യം സലാം പറയുമ്പോൾ ചെറിയവരും വലിയവരും കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ ചെറിയവർ വലിയവർക്ക് സലാം പറയട്ടെ. നമസ്കാരത്തിന് വേണ്ടി ഇമാം നിൽക്കുമ്പോൾ നമസ്കാരം ഈ ഏറ്റവും മഹത്തായ ഈ ഇബാദത്ത്, ആ ഇബാദത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി മുമ്പിൽ ഇമാമായി നിൽക്കുന്ന സന്ദർഭത്തിൽ പ്രായം ഉള്ള ആൾക്ക് മുൻഗണന നൽകാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. കുറച്ച് ആളുകൾ സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ദീന് പഠിക്കാൻ വന്നു. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് ദീന് പഠിപ്പിച്ചു. അവരെ നാട്ടിലേക്ക് പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തു. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരത്തിന് സമയമായാൽ നിങ്ങളിൽ ഒരാൾ ഇഖാമത്ത് കൊടുക്കുകയും കൂട്ടത്തിൽ പ്രായമുള്ള ആൾ ഇമാമ് നിൽക്കുകയും ചെയ്തു കൊള്ളട്ടെ എന്നത്. അതിൽ അവരുടെ കൂട്ടത്തിൽ കൂടുതൽ ഖുർആൻ അറിവുള്ള ആളുകളാണെങ്കിൽ, മറ്റൊരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൂട്ടത്തിൽ ഖുർആനിൽ കൂടുതൽ പാണ്ഡിത്യമുള്ള കൂടുതൽ അറിവുള്ള ആള് ഇമാമ് നിൽക്കണം. അത് പ്രായം കുറഞ്ഞ ആളാണെങ്കിലും കൂടിയ ആളാണെങ്കിലും ഖുർആനിൽ കൂടുതൽ അറിവുള്ള ആളാണ് ഇമാമ് നിൽക്കാൻ ഒന്നാമതായി അർഹതയുള്ളത്. ഖുർആനിൽ ഒരുപോലെയാണ് കൂടെയുള്ള ആളുകളെങ്കിൽ സുന്നത്തിൽ കൂടുതൽ അറിവുള്ള ആളുകൾ ഇമാമ് നിൽക്കട്ടെ. സുന്നത്തിലും ഒരുപോലെയാണെങ്കിൽ പ്രായത്തിൽ കൂടുതലുള്ള ആള് ഇമാമ് നിൽക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. ആ കൂട്ടത്തിൽ പ്രായത്തെ മുന്തിപ്പിക്കാൻ നമസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കുന്ന വിഷയത്തിലും പല സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രായത്തെ മാനിക്കാനും അതിന് മുൻഗണന നൽകുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. ഇബ്നു ബത്താൽ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇസ്ലാമിലെ മഹത്തായ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്, ഇസ്ലാമിലെ മര്യാദകളുടെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ് പ്രായമുള്ള ആളുകളെ അവരുടെ സംസാരങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ള പല കാര്യങ്ങളിലും അവരെ മുന്തിപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ വീട്ടിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, കുടുംബ വിഷയങ്ങളാകട്ടെ, സമൂഹ വിഷയങ്ങളാകട്ടെ, മറ്റേതെങ്കിലും സദസ്സുകളിലാകട്ടെ, എന്തെങ്കിലും വിതരണം ചെയ്യുന്ന വിഷയങ്ങളിലാകട്ടെ, മുതിർന്ന ആളുകൾക്ക് മുൻഗണന നൽകുവാനും അവരുടെ തീരുമാനങ്ങളും അഭിപ്രായങ്ങൾക്കും വില കൽപ്പിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചില സന്ദർഭങ്ങളിൽ അവർക്ക് അറിവില്ലാത്ത സാഹചര്യങ്ങളിൽ അവരുടെ അഭിപ്രായം ചിലപ്പോൾ നടപ്പിലാക്കാൻ കഴിയാത്തതായിരിക്കും. പക്ഷെ അവർ ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആളുകളാണ്. അവരുടെ അനുഭവ സമ്പത്തിൽ നിന്നുകൊണ്ട് അവർ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ആ അഭിപ്രായങ്ങളെ മാനിക്കാനും മാന്യമായി അത്തരം അഭിപ്രായങ്ങളെ സ്വീകരിച്ച് മറുപടി നൽകാനും നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. ആ നിലക്ക് പരിഗണിക്കാൻ, അവരെ അംഗീകരിക്കാൻ, അവരുടെ ദൗർബല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അവരോട് ഇടപെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മക്കം ഫതഹിന്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബാക്കളെയും ആട്ടി ഓടിച്ച ആ മക്കയിലേക്ക്, പീഡിപ്പിച്ച് നാട് കടത്തിയ ആ മക്കയിലേക്ക് പ്രവാചകനും 10,000 വരുന്ന സ്വഹാബാക്കളും ആ മക്കയിലേക്ക് കടന്നുവന്ന് മക്ക വിജയിച്ചടക്കുന്ന ആ വേളയിൽ നബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ പിതാവിനെയും കയ്യിൽ പിടിച്ച് പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. വളരെ പ്രായം കാരണം കണ്ണിന്റെ കാഴ്ച പോലും മങ്ങിപ്പോയ, തടിയും താടിയും മുടിയുമെല്ലാം വെളുത്ത് നരച്ചുപോയ ആ പിതാവിനെയും കയ്യിൽ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ? ഈ പ്രായമുള്ള പിതാവിനെയും കൂട്ടി ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല, ഞാൻ വീട്ടിലേക്ക് അങ്ങ് വരും, അന്ന് കാണുമായിരുന്നില്ലേ? എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആ 10,000 സ്വഹാബാക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. എന്നിട്ട് മുന്നിലിരുത്തി നെഞ്ച് തടവിക്കൊടുത്തു. എന്നിട്ട് ഇസ്ലാം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ വെളുത്ത രോമങ്ങൾ കളർ തേച്ച് അദ്ദേഹത്തെ പിന്നെ രൂപത്തിൽ മാറ്റം വരുത്താൻ ആവശ്യപ്പെടുകയാണ്. വാർദ്ധക്യത്തിലെത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായി പലതും ചെയ്യാൻ, സ്വന്തം കാര്യങ്ങളിൽ തന്നെ അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും, ദുർബലതകളുണ്ടാകും, മറവികളുണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദുർബലതകളെയൊക്കെ തിരിച്ചറിഞ്ഞ് അവരെ പരിഗണിക്കുവാനും അവർ വസ്ത്രം പോലും ചിലപ്പോൾ നന്നായി ഉടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. നല്ല വസ്ത്രം ധരിപ്പിക്കുവാനും ഏറ്റവും നല്ല വസ്ത്രം ധരിപ്പിച്ച് നല്ല രൂപത്തിൽ അവരെ കൊണ്ടു നടക്കാനും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ വിശ്വാസികളെ പഠിപ്പിക്കുകയാണ്. അതിൽ തന്നെ പ്രത്യേകിച്ച് മാതാപിതാക്കളാണെങ്കിൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ വാർദ്ധക്യത്തിലെത്തിയാൽ നമുക്ക് രണ്ട് ബാധ്യതകളാണുള്ളത്. മാതാപിതാക്കൾ മറ്റെല്ലാവരെക്കാളും നമ്മൾ ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട ആളുകളാണ് നമ്മുടെ മാതാപിതാക്കൾ. അവർ തന്നെ വാർദ്ധക്യത്തിലെത്തിക്കഴിഞ്ഞാൽ അവർ മാതാപിതാക്കളാണ് എന്ന നിലക്കും അവർ വാർദ്ധക്യത്തിലെത്തി എന്ന നിലക്കും രണ്ട് നിലക്കും അവരാദരിക്കാനും അവരാദരിക്കപ്പെടുവാനും അവർ ബഹുമാനിക്കപ്പെടാനും അർഹരാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യണം, നന്മ ചെയ്യണം എന്ന് പറഞ്ഞിടത്ത് പ്രത്യേകമായി എടുത്തു പറഞ്ഞത് ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. നിങ്ങളുടെ അടുക്കൽ അവർ ഒരാളോ രണ്ടുപേർ തന്നെയോ വാർദ്ധക്യം പ്രാപിച്ച അവസ്ഥയിലെത്തിയാൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ഛേ എന്നുപോലെ വർത്തമാനം പോലും നിങ്ങൾ പറയരുത്. വലാ തൻഹറുഹുമാ, അവരോട് നിങ്ങൾ കയർത്ത് സംസാരിക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, അവരോട് ഏറ്റവും മാന്യമായ വർത്തമാനം പറയണമെന്ന് വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ വീട്ടിൽ വാർദ്ധക്യത്തിലെത്തിയ താടി രോമങ്ങൾ നരച്ച, കൈകാലുകളുടെ തൊലികൾ ചുളിഞ്ഞുപോയ, ആരോഗ്യം ദുർബലമായ, കണ്ണിന്റെ കാഴ്ച മങ്ങിയ, ഓർമ്മശക്തി കുറഞ്ഞുപോയ, നമ്മൾ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലെത്തിയ മാതാപിതാക്കളുണ്ടോ? കൂടുതൽ ആദരിക്കപ്പെടാനും കൂടുതൽ പരിഗണിക്കപ്പെടാനും അർഹരായിട്ടുള്ളവരാണ് അവർ എന്ന് മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുവാനും അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാനും അവരോട് ആർദ്രതയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും കാരുണ്യത്തോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും വർദ്ധിക്കുവാനും പെരുമാറുവാനും നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരന്മാരെ, വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ അവർ ആലിമീങ്ങളാണെങ്കിൽ, പണ്ഡിതന്മാരായ ആളുകളാണെങ്കിൽ അവർക്കും നമുക്ക് കൂടുതലായി ബഹുമാനിക്കേണ്ട, ആദരിക്കേണ്ട അവകാശമുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ, പണ്ഡിതന്മാരെന്ന് പറയുന്നത്. അവർ അള്ളാഹുവിന്റെ ദീനിൽ പഠിച്ച് അത് സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഏറ്റവും മഹത്തരമായ ദൗത്യം നടത്തുന്ന ആളുകളാണ്. അള്ളാഹുവിന്റെ കലാമും അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തും പഠിച്ചു മനസ്സിലാക്കി സമൂഹത്തെ ഉത്ബുദ്ധരാക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ ആദരിക്കപ്പെടാനും മഹത്വം നൽകാനും അവകാശമുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്ന, നമ്മളിൽപ്പെട്ടവനല്ല, മല്ലം യുദില്ല കബീറന വയർഹം സഗീറന വയഅരിഫ് ലിആലിമിന ഹഖഹു, നമ്മളിലെ മുതിർന്ന ആളുകളെ പരിഗണിക്കാത്തവർ, അവരെ ബഹുമാനിക്കാത്തവരും, നമ്മളിലെ ചെറിയ ആളുകളെ അവരോട് കരുണ കാണിക്കാത്തവരും, നമ്മളിലെ ആലിമീങ്ങളുടെ പണ്ഡിതന്മാരുടെ അവകാശങ്ങളെ തിരിച്ചറിയാത്തവരും നമ്മളിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആലിമീങ്ങളാണോ, അള്ളാഹുവിന്റെ ദീൻ പഠിച്ച ആളുകളാണോ, അവരോടും നമ്മൾ ബഹുമാനത്തോടുകൂടി പെരുമാറുകയും അവരിൽ നിന്നും ഉണ്ടാകുന്ന സംസാരങ്ങളിൽ, നിലപാടുകളിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ കണ്ടെത്തിയാൽ അതിന്റെ പേരിൽ അവരെ സമൂഹത്തിൽ ഇട്ട് വലിച്ചിറക്കുകയും അവരെ ആക്രോശിക്കുകയും അവരെ പരിഹസിക്കുകയും അവരെ സമൂഹങ്ങളിൽ അവരുടെ പരദൂഷണങ്ങൾ പറഞ്ഞു നടക്കുകയും ആളുകളുടെ ഇടയിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ ദീൻ പഠിച്ചവരെ ആദരിക്കുവാനും ബഹുമാനിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആദരവുകളും ബഹുമാനങ്ങളും അതിര് കവിഞ്ഞ് ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങൾ, പരിധികൾക്ക് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അവർ പറയുന്നത് അള്ളാഹുവും റസൂലും പറഞ്ഞതിന് വിരുദ്ധമാണെങ്കിൽ ഞാൻ ആദരിക്കുന്ന ആലിമാണ്, ബഹുമാനിക്കുന്ന ആലിമാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾക്ക് വിരുദ്ധമായത് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവരുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ആലിമീങ്ങളാകട്ടെ, അത് രാജാക്കന്മാരാകട്ടെ, ആരുമാകട്ടെ, ഇസ്ലാം പഠിപ്പിച്ച മര്യാദകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് അതിര് കവിഞ്ഞ ഒരു ആദരവോ ബഹുമാനമോ നമുക്ക് പാടില്ല. എന്നാൽ ഇസ്ലാം പഠിപ്പിച്ച മര്യാദകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആദരിക്കാനും ബഹുമാനിക്കാനും ഓരോരുത്തർക്കും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാകട്ടെ, ഒരു വീട്ടിലെ കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം ആദരവർഹിക്കുന്ന ആളാണ്. ഓരോ സ്ഥാനമാനങ്ങളിലും ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. മറ്റൊരിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൽപ്പെട്ടതാണ് ഖുർആൻ പഠിച്ച ആളുകളെ ആദരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നീതിമാനായ ഭരണാധികാരികളെ ആദരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മളിൽ ആദരിക്കപ്പെടേണ്ടവർക്ക് അവർക്ക് നൽകേണ്ട ആദരവുകളും ബഹുമാനങ്ങളും നൽകുവാനും ആ നിലക്ക് ഇസ്ലാമിക സംസ്കാരങ്ങളും സ്വഭാവങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമ്മൾ സന്നദ്ധമാവുക. അങ്ങനെ ഇസ്ലാമിക സംസ്കാരങ്ങളിൽ ഏറ്റവും മികച്ച സംസ്കാരം നേടി, ഇസ്ലാമികമായ ഏറ്റവും മികച്ച സംസ്കാരം നേടിയ യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കാനും സമൂഹത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്ന അനിസ്ലാമികമായ സംസ്കാരങ്ങൾ
സംസ്കാരങ്ങളും ജീർണതകളും അത്തരം സ്വഭാവ വൈകൃതങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ സമൂഹത്തിൽ വർദ്ധിച്ച സമൂഹത്തിൽ അത്തരം സ്വഭാവങ്ങളുടെ അതിപ്രസരങ്ങളിലൂടെയോ നമ്മളുടെ ജീവിതത്തിലോ നമ്മളുടെ മക്കളുടെ ജീവിതത്തിലോ നമ്മുടെ കുടുംബത്തിലെ ഇത്തരം സ്വഭാവങ്ങൾ കടന്നു വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സ്വഭാവങ്ങളും സംസ്കാരങ്ങളും ജീവിതത്തിൽ പാലിച്ച് ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുതിർന്നവരെ ബഹുമാനിക്കുന്നതോടൊപ്പം തന്നെ ഇളയവരോട്, ചെറിയ കുട്ടികളോട് കരുണ കാണിക്കണമെന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അധ്യാപനമാണ്. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പ്രായത്തിൻ്റെതായ അപക്വതകളും അതുപോലെ തന്നെ വിവേകമില്ലായ്മയും അത്തരത്തിലുള്ള വീഴ്ചകളുമൊക്കെ അവർക്കുണ്ടാകും. ചെറിയ കുട്ടികളെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഅഫിൻ്റെ ദുർബലതയുടെ കാലഘട്ടമാണ് എന്നതാണ്. വാർദ്ധക്യ കാലഘട്ടവും അതുപോലെ തന്നെ കുട്ടിക്കാലവും രണ്ടും ദുർബലതയുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് അവരുടെ ദുർബലതകളെ പരിഗണിക്കാനും അവർ ചെറിയ കുട്ടികളാണ് എന്ന നിലക്ക് അവരോട് കാരുണ്യത്തിൽ വർത്തിക്കുവാനും നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ കുട്ടികളോടുള്ള പ്രവാചകന്റെ പെരുമാറ്റം പരിശോധിക്കുമ്പോൾ എത്ര മഹനീയമായിരുന്നു, എത്ര കാരുണ്യത്തോടു കൂടിയായിരുന്നു പ്രവാചകൻ പെരുമാറിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുമക്കളെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹും രണ്ടുപേരെയും പ്രവാചകൻ നമസ്കരിക്കുന്ന സമയത്ത് പോലും പ്രവാചകൻ ഇങ്ങനെ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവർ പ്രവാചകന്റെ തോളിലേക്ക് കയറും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞങ്ങൾ പ്രവാചകനോടൊപ്പം ഇശാ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുത്ത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമുണ്ട്. അവർ പ്രവാചകൻ സുജൂദിലേക്ക് പോകുമ്പോൾ പ്രവാചകന്റെ തോളിലേക്ക് കയറും. അങ്ങനെ പ്രവാചകൻ സുജൂദിൽ കിടക്കും. ഒന്ന് ഉയരാൻ ഉദ്ദേശിക്കുമ്പോൾ വളരെ സാവകാശത്തിൽ അവരെ തോളിൽ നിന്നെടുക്കുകയും വളരെ സാവകാശത്തിൽ അവരെ താഴെ വെക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പ്രവാചകൻ അങ്ങനെ ഓരോ നമസ്കാരങ്ങളിലും ഓരോ റക്അത്തിലും സുജൂദിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ആവർത്തിക്കുമായിരുന്നു എന്നാണ്. നമസ്കാരം കഴിഞ്ഞപ്പോൾ പ്രവാചകൻ അവരോട് ശകാരിച്ചില്ല, അവരോട് വഴക്ക് പറഞ്ഞില്ല, മറിച്ച് അവരെ രണ്ടുപേരെയും തന്റെ മടിയിൽ പിടിച്ചിരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ അവരുടെ ഉമ്മയുടെ അടുക്കിലേക്ക് ആക്കട്ടെ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിച്ചു. അവരോട് ആർദ്രത കാണിക്കുന്നതിൻ്റെ, അവരോട് കാരുണ്യം കാണിക്കുന്നതിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ് അവർക്ക് ഏറ്റവും നല്ല അദബ് പഠിപ്പിച്ചു കൊടുക്കുക, മര്യാദ പഠിപ്പിച്ചു കൊടുക്കുക എന്ന്. എല്ലാ മേഖലകളിലും ഈ പറഞ്ഞ രൂപത്തിൽ മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് അവരോടുള്ള കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ വീടകങ്ങളിൽ നമ്മുടെ ചെറിയ മക്കൾക്ക് മുതിർന്നവരോട് എങ്ങനെ പെരുമാറണമെന്നത് പഠിപ്പിക്കാൻ പലപ്പോഴും മാതാപിതാക്കൾ മറന്നു പോവുകയാണ്. അതിൻ്റെ ദുരന്തമാണ് അവർ കുറച്ച് വളർന്നു വരുമ്പോൾ സ്വന്തം മാതാപിതാക്കളോട് പോലും എങ്ങനെ പെരുമാറണമെന്നറിയാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ശരിയായ നിലക്ക് അവർക്ക് മുതിർന്ന ആളുകളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇടപഴകണം, അവരോട് എങ്ങനെ ബഹുമാനിക്കണം എന്ന് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും നല്ല മാർഗം നമ്മൾ അവരുടെ മുമ്പിൽ നമ്മുടെ മുതിർന്ന ആളുകളെ, നമ്മളിലെ വൃദ്ധരായ ആളുകളെ, വീട്ടിൽ വൃദ്ധരായ ആളുകളുണ്ടാകും, നമ്മളെക്കാളും മുതിർന്ന ആളുകളുണ്ടാകും, അവരോട് ബഹുമാനം കാണിച്ച്, അവരോട് ആദരവ് കാണിച്ച്, അവരോട് കാരുണ്യം കാണിച്ച് എങ്ങനെ മുതിർന്നവരോട് പെരുമാറണമെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നാവ് കൊണ്ട് മാത്രം പറയുകയും സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും നമുക്കത് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ വാക്കുകളെക്കാളും നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ സ്വാധീനമുണ്ടാക്കുക നമ്മുടെ പ്രവർത്തനങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ കയ്യിലെടുത്ത് ചുംബിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ അഖറ ബിൻ ഹാബിസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഒരാളെ പോലും ഇതുവരെ ചുംബിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കരുണ കാണിക്കാത്തവരോട് കരുണ ചെയ്യപ്പെടുകയില്ല എന്ന്. അഥവാ കുട്ടികളോട് കരുണ കാണിക്കാത്തവർ അവരോട് അള്ളാഹു കരുണ കാണിക്കുകയില്ല എന്ന്. സഹോദരന്മാരെ, ആ നിലക്ക് അവരോടുള്ള എല്ലാ സമീപനങ്ങളിലും കരുണ കാണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ അവർ അവിവേകമായി ഉള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകാം. പലപ്പോഴും ചെറിയ കുട്ടികളാണെങ്കിൽ അവർ പലപ്പോഴും കളികളിലും തമാശകളിലുമായിരിക്കാം. ഒരുപക്ഷെ വിലപിടിപ്പുള്ള നമ്മുടെ വസ്തുക്കൾ, നമ്മുടെ മൊബൈൽ ഫോണോ മറ്റുമൊക്കെ അവർ നശിപ്പിച്ചേക്കാം, അവരുടെ അവിവേകം കൊണ്ടാണ്. പക്ഷെ അവിടെ നമ്മുടെ
ദേഷ്യപ്പെടലുകളും നമ്മുടെ വികാരങ്ങളും അടിയായി പ്രഹരമായി ആ ചെറിയ കുട്ടികളുടെ മേൽ ഏൽപ്പിക്കാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 10 വയസ്സായ കുട്ടിയോട് അവർ നമസ്കരിച്ചില്ലെങ്കിൽ അടിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ പോലും അവർക്ക് പരിക്കു പറ്റാത്ത വിധത്തിൽ ഒരു മര്യാദയുടെ ഭാഗമായി അടിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തിയത്. അതിനേക്കാളും ചെറിയ ചെറിയ പ്രായമുള്ള കുട്ടികളെ എന്തെങ്കിലുമൊക്കെ വീഴ്ചയുടെ പേരിൽ ശരീരത്തിൽ വലിയ പോറലേൽക്കും വിധത്തിൽ പരിക്കുകൾ ഉണ്ടാക്കും വിധത്തിൽ പ്രഹരിക്കുകയും മടിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തീരെ കരുണയില്ലാത്ത സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയ കുട്ടികളോട് അവർ നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ദേഷ്യങ്ങൾ തീർക്കേണ്ട ആളുകളല്ല. അതുകൊണ്ട് അവരോട് കരുണ കാണിക്കാനും നമ്മളിലെ മക്കളാകട്ടെ അല്ലാത്തവരാകട്ടെ എല്ലാവരും ചെറിയ കുട്ടികളോടും നമ്മളുടെ പ്രായത്തിൽ കുറഞ്ഞ ആളുകളോടും കരുണ കാണിക്കാൻ നമ്മൾ തയ്യാറാവുക. ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സ്വഭാവങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ പ്രയാസപ്പെടുന്ന ആളുകൾ രോഗം കൊണ്ടും കടബാധ്യതയാലും മറ്റുമൊക്കെ മാനസികമായും ശാരീരികമായും ഒക്കെ പ്രയാസപ്പെടുന്ന ആളുകൾ അല്ലാഹു എല്ലാവരുടെ എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങളും ദൂരീകരിച്ചു നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.